ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തെക്കുറിച്ചാണ്. പ്രവർത്തനങ്ങൾ നിൽക്കുകയല്ല, ബാലൻസ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു റിയാക്ഷൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ ശരിക്കും അവിടെ വേറൊരു കാര്യമാണ് നടക്കുന്നത്. അതായത് റിയാക്ഷൻ നിന്നിട്ടില്ല, പകരം ഒരേ സ്പീഡിൽ മുന്നോട്ടും പിന്നോട്ടും നടക്കുന്നു. ഒരു പെർഫെക്റ്റ് ബാലൻസ്. ഈ ബാലൻസ് നമുക്ക് അളക്കാൻ പറ്റും. അതിനാണ് KC ഉപയോഗിക്കുന്നത്. ഓരോന്നിന്റെയും കോൺസെൻട്രേഷൻ വെച്ചാണ് ഇത് കണക്കാക്കുന്നത്. അതിന്റെ ഫോർമുല സിമ്പിളാണ്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനെ റിയാക്റ്റന്റിന്റേതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഗ്യാസുകളുടെ കാര്യത്തില് കോൺസെൻട്രേഷനേക്കാൾ പ്രഷർ ഉപയോഗിക്കുന്നതാണ് എളുപ്പം. അപ്പൊ അവിടെയാണ് KPയുടെ റോള്. അപ്പൊ സിമ്പിളായി പറഞ്ഞാല് KC കോൺസെൻട്രേഷന്റേതാണ്, KP ഗ്യാസുകളുടെ പ്രഷറിന്റേതും. അതാണ് മെയിൻ വ്യത്യാസം. ഇവ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഈ ഫോർമുല KPയെയും KCയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഡെൽറ്റ N? അത് പ്രോഡക്റ്റ് സൈഡിലുള്ള ഗ്യാസ് മോളിക്യൂളുകളെ എണ്ണവും റിയാക്റ്റന്റ് സൈഡിലുള്ളതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡെൽറ്റ Nന്റെ വാല്യൂ വെച്ച് നമുക്ക് ഈ ബന്ധം മനസ്സിലാക്കാം. ഗ്യാസ് മോളിക്യൂളുകൾ തുല്യമാണെങ്കിൽ KPയും KCയും ഒന്നായിരിക്കും. പക്ഷേ ഈ ബാലൻസിനെ നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്താലോ? അപ്പൊ എന്ത് സംഭവിക്കും? അതൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. അതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഒരു സിസ്റ്റത്തിലെ ബാലൻസ് തെറ്റിയാൽ അത് പഴയ അവസ്ഥയിലേക്ക് വരാൻ ശ്രമിക്കും. ഈ ബാലൻസ് മാറ്റാൻ 3 വഴികളുണ്ട്. കോൺസെൻട്രേഷൻ മാറ്റാം, ടെമ്പറേച്ചർ മാറ്റാം, അല്ലെങ്കിൽ പ്രഷർ മാറ്റാം. കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തിയാൽ റിയാക്ഷൻ അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യും. ഇതൊരു കണ്ടിന്യൂസ് റീബാലൻസിംഗ് പ്രോസസ്സാണ്. ഇനി ടെമ്പറേച്ചർ. റിയാക്ഷൻ ചൂട് പുറത്തുവിടുന്നതാണോ അതോ വലിച്ചെടുക്കുന്നതാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ മാറ്റം. പ്രഷർ കൂട്ടിയാല് സിസ്റ്റം ആ പ്രഷർ കുറയ്ക്കാൻ നോക്കും. അതിനായി ഗ്യാസ് മോളിക്യൂൾസ് കുറവുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. പിന്നെ കാറ്റലിസ്റ്റുകൾ. അവ ഇക്വിലിബ്രിയത്തിൽ വേഗം എത്താൻ സഹായിക്കും, പക്ഷേ ഫൈനൽ ബാലൻസിനെ അത് മാറ്റില്ല. ഈ ബാലൻസിന്റെ ഐഡിയ ആസിഡുകളും ബേസുകളും മനസ്സിലാക്കാനും വളരെ പ്രധാനമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. കാലം മാറിയതനുസരിച്ച് ആസിഡ് ബേസ് തിയറികൾ മാറി. അറേനിയസ്, ബ്രോൺസ്റ്റഡ് ലൗറി, പിന്നെ ലൂയിസ് എന്നിങ്ങനെ. അപ്പോ ഒരു ചോദ്യം. ലൂയിസ് ആസിഡ് ഒരു ഇലക്ട്രോൺ ജോഡിയെ സ്വീകരിക്കും. അങ്ങനെയെങ്കിൽ ഇതിൽ ഏതാണ് ലൂയിസ് ആസിഡ്? ഉത്തരം ബി, AlCl3 ആണ്. കാരണം അതിനൊരു ഇലക്ട്രോൺ ജോഡിയെ സ്വീകരിക്കാൻ കഴിയും. അപ്പോ ഇതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം.